ഇന്നത്തെ നമ്മളുടെ ഡിഷ് പാൽവാഴയ്ക്കയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു വീട്ടിൽ, അപ്പം നമുക്കൊരു ഡിഷ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അതുപോലെ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതുമാണ്. പിള്ളേരൊക്കെ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് സാബൂദാന അല്ലെങ്കിൽ ചൊവ്വരി, സാബൂനരി എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് വേണ്ടത്. അത് അത്യാവശ്യത്തിന് വേണ്ടത് എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതെന്ത് ചെയ്യാം, കുതിർക്കാൻ വേണ്ടി വയ്ക്കാനുമുണ്ട്. അപ്പം വാഷ് ചെയ്യാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർക്കാൻ വയ്ക്കണം. കാരണം ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് പഴമാണ്, നേന്ത്രപ്പഴമാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു പഴം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പഴം എടുക്കാം. പഴം നല്ലതാണ്, ആഡ് ചെയ്തതിന് നല്ലതാണ്. ഒരു പഴം എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് അരിയുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അരിയാം കേട്ടോ. റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ ആണെങ്കിൽ അല്ലാതെയും ചെയ്യാം. അപ്പം നമ്മൾ കുതിർത്താൻ വെച്ച സാബൂനരിയൊക്കെ കണ്ടില്ലേ, കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ചെറിയ സാബൂനരി കേട്ടോ, ചെറുതാണ്. വലുതും കിട്ടും, വലുതാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറുതായതുകൊണ്ട് ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സാബൂനരി വെള്ളത്തിലെടുത്ത് അതൊന്ന് വെള്ളം മാറ്റിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം മാറ്റി വയ്ക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ നമുക്കത് ഒന്നും കൂടെ അത് ഒന്ന് വേവിക്കണം. കുറച്ച് നേരം സാബൂനരി മാത്രമായിട്ട് നമുക്ക് വേവിച്ച് കിട്ടണം. അതിനൊരു പാത്രം എടുത്തിട്ട് സാബൂനരിയും കുറച്ച് വെള്ളവും അത്യാവശ്യത്തിന് അതായത് സാബൂനരി കംപ്ലീറ്റ് ആയിട്ട് കുതിർന്ന് നിൽക്കണ പോലെ അല്ലെങ്കിൽ മുഴുവനായിട്ടും വെള്ളം വയ്ക്കണം. എന്നിട്ട് അത് നന്നായിട്ട് വേവണം. അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ്, അടി പിടിക്കാനും ചാൻസ് കുറച്ച് കൂടുതൽ. അപ്പം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചാൽ മതി. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്, കാരണം വെള്ളം പെട്ടെന്ന് പോകും, അതത് വലിഞ്ഞു പോകുക. അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനും അതുപോലെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേവും കുറയും. അപ്പോൾ തീ കൂട്ടി വയ്ക്കാത്തതാണ് നല്ലത്. ഇനി നമ്മൾ നന്നായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും പഞ്ചസാര ഒന്നും ഇടാൻ പാടില്ല. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. പാല് കാച്ചിയ പാലും യൂസ് ചെയ്യുക, അല്ലാതെ കാച്ചാത്ത പാലും യൂസ് ചെയ്യാൻ പറ്റും. ഏതാണെങ്കിലും ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് നന്നായിട്ട് ഈ ഒരു സാബൂനരിൻ്റെ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, വൈറ്റ് കളർ മാറി ഒരു ക്ലിയർ കളറായിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ വേവ് കറക്റ്റ് ആവുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കടിക്കും. അപ്പോൾ വേവ് കംപ്ലീറ്റ് ആവാത്തൊരു ഫീൽ ഉണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് കുറയും. ഇതിൽ വേറെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സാധനം ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പഴം, പാല്, സാബൂനരി, പഞ്ചസാര, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ. ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ടെക്സ്ചർ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ആ ഒരു സാബൂനരി കുറച്ചായിട്ട് വലുതാവാനൊക്കെ തുടങ്ങി. കണ്ടില്ലേ, ഇതിങ്ങനെ വേവെന്നാണ്, പക്ഷേ ഇത് വേവായിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. തീ കൂട്ടി അത് വെച്ച് പെട്ടെന്ന് വെന്തോളം നിറച്ചിട്ട് ഓവറായിട്ട് തീ കൂട്ടി വെച്ചാൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഞാൻ ആക്ച്വലി 2-3 പ്രാവശ്യമൊക്കെ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് വേവ് കറക്റ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കഴിക്കുമ്പോൾ അത് ഈ അരി ഇങ്ങനെ കടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ നല്ല കൊഴുപ്പ് പോലെയുള്ളൊരു ഐറ്റം കൂടിയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഈവനിങ് സ്നാക്ക് കഴിക്കണം എന്നൊക്കെ തോന്നി. പിന്നെ ഒരു മധുരമുള്ള സാധനത്തിനോട് ക്രേവിങ്സ് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈസിയാണല്ലോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ മധുരം, പഞ്ചസാര വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ശർക്കരയിൽ മതി കേട്ടോ. ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് തന്നെ ശർക്കര ജസ്റ്റ് ഒന്ന് കുത്തിയിടിച്ച് ചെറുതായിട്ടൊന്ന് പീസസൊക്കെ ആക്കിയിട്ടൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് ആയിക്കോളും. അപ്പം നമ്മളിതിൽ വീണ്ടും വെള്ളം എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം കണ്ടില്ല, അതിൻ്റെ ഒരു വൈറ്റ് കളർ അങ്ങനെ തന്നെ ഉണ്ട് ചിലതിലൊക്കെ. അപ്പോൾ അത് വേവായിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നത്. സോ അത് നന്നായിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്യുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇത് കട്ട കെട്ടി കിടക്കാനൊരു ചാൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ആ വെള്ളം അതിങ്ങനെ നന്നായിട്ട് ഇതാക്കണം. കൂടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ
അത് ഏകദേശം ആയി വരുമ്പോൾ തന്നെ നമ്മൾ പഴം കൂടെ ഇട്ട് കൊടുക്കണം. കാരണം പഴം ഒന്ന് വേവണമല്ലോ, പഴം ഒന്ന് വെന്ത് കിട്ടണം. അപ്പം നമ്മൾ പഴം കൂടെ ഒന്ന് കുറച്ചൊക്കെ അത് കുറച്ചൊന്ന് ടെക്സ്ചർ മാറി വരുമ്പോൾ തന്നെ നമ്മൾ പഴം കൂടെ ആഡ് ചെയ്യുക. അപ്പം അത് സാബൂനരി കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പഴം അത്യാവശ്യം നല്ല വേവ് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒരു പഴം ഒരു പച്ച ചൊയ ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ഇട്ട് വേവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ സാബൂനരിയിൽ ബാക്കിയുള്ളതിൽ ഫുൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും. അത് അപ്പോൾ തന്നെ ആ പഴത്തിൻ്റെ ടേസ്റ്റ് നല്ല കുറച്ചും കൂടെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പഴം അതിൻ്റെ കൂടെ ആദ്യമായിട്ട് വേവിക്കാനും കൂടെ വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. കുറച്ചും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക കേട്ടോ, സാബൂനരി വെന്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. അതുപോലെ പഴം നമ്മൾ നോക്കണം കുറച്ച്. പക്ഷേ പഴത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, പഴം വെന്തോളും. കാരണം നമുക്കിനി പാലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനും കൂടെ ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ സാബൂനരി അത്യാവശ്യം വെന്ത് ഒരു 3/4 ഭാഗമൊക്കെ വേവൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ പാലായിരിക്കും ആഡ് ചെയ്യുക. ഇനി അതിന് മുന്നേ തന്നെ നമുക്ക് പഞ്ചസാര, പഴവും ഈ സാബൂനരിയൊക്കെ ഏകദേശം വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇനി ശർക്കര വേണ്ടവരാണെങ്കിൽ അത് നേരത്തെ തന്നെ ആഡ് ചെയ്തോളൂ. കാരണം ശർക്കര ഉരുക്കി ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി, ഇതുപോലെ ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര ജസ്റ്റ് കുത്തിയിട്ട് അത് പൊടിച്ച് ജസ്റ്റ് ഇടുന്നുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ആക്കാം. അപ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതിന് കളർ ഒരു കാരമലൈസ്ഡ് ചെയ്തൊരു കളറായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ വൈറ്റ് ആയിട്ടാണ്, പാലിൻ്റെ ഒരു വെള്ള കളർ കൂടെ ഒരു വൈറ്റിഷ് ആയിട്ടാണ് കാണാം. പഞ്ചസാര നമ്മൾ കുറച്ച് ഇട്ട് നോക്കണം. കാരണം ഇത് മധുരം ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം പഴം ഓൾറെഡി മധുരമുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ട് നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം മധുരം ഇട്ടു. കാരണം അത് പിന്നെ ഒരുപാട് വെള്ളം കൂടെ ഒഴിച്ചതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വേവ് കൂടെ കിട്ടണമല്ലോ. നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് അടുത്തത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തത്. ഇനി പാല് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം പാലുണ്ടായിക്കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കാച്ചിയ പാല കേട്ടോ, ഓൾറെഡി കാച്ചിയ പാലുണ്ടായതുകൊണ്ട് അതെടുത്തു. ഇനി അല്ലാണ്ട് പച്ചപ്പാലാണെങ്കിലും കുഴപ്പമില്ല, പാക്കറ്റ് പൊട്ടിച്ചാൽ ഒഴിച്ചാൽ മതി. എന്തായാലും ഇത് വേവണ വരെ എന്തായാലും വെക്കണം. അപ്പോഴേക്കും പാലും കറക്റ്റായിട്ട് വേവ് വന്നോളും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പാലൊഴിച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, ഫുള്ള് വൈറ്റ് കളറായില്ലേ? ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ വന്നില്ലേ? നല്ല ടേസ്റ്റി ഡിഷാണ് കേട്ടോ. ഈ സാബുദാനയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. സാബൂനരി പായസം, ഇത് പായസമല്ല, ജസ്റ്റ് നമ്മൾ പഴവും പഞ്ചസാരയും പാലും മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫ്ലേവറിന് ഏലക്കായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പാല് അപ്പോൾ തന്നെ നമുക്കറിയാതെ പാല് കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ മധുരം ഉണ്ടോ എന്നൊന്നും കൂടി നോക്കാം. പാലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മധുരം നേരത്തെ ഇട്ടത് പോരായിക വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ആ പഞ്ചസാര കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഇട്ടത് മുഴുവൻ. അപ്പം നമ്മളുടെ ടെക്സ്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി വന്ന് തുടങ്ങി. പിന്നെ നമുക്കിനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു പാല് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിരുന്നു, ഒരു 1/2 കപ്പും കൂടെ അവസാനമായപ്പോഴേക്കും. ഓൾറെഡി കാച്ചിയ പാലോട് ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമില്ല, അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. പച്ചപ്പാലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ പാലൊന്ന് വേവണമല്ലോ, അതിനുള്ള ടൈം കിട്ടില്ല. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കുക, അതുപോലെ വേവ് നോക്കുക. ഓൾമോസ്റ്റ് ഇത് വേവ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഏലക്കായും കൂടെ ചതച്ചിടാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം വെക്കുക, നന്നായിട്ടത് പിന്നെ ഈ പാലൊഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അത് വേവുമല്ലോ. അപ്പം തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ഏലക്കായ ജസ്റ്റ് ചതച്ചിട്ടു. നമുക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടി വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഏലക്കായ പൊടിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ടുള്ളൂ. അതപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നല്ല സ്മെല്ലുമാണ്. അതുപോലെ ഈ ഒരു ഏലക്കായ ഇതിലേക്ക് ഭയങ്കര ടേസ്റ്റ് കൊണ്ടുവരും. അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ അടിപൊളിയാണ്. എന്നിട്ട് നമ്മളത് വീണ്ടും ഇനി പഞ്ചസാര കുറവുണ്ടോ, അതുപോലെ പാല് കുറവുണ്ടോ ഒക്കെ ഉണ്ടെന്നെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ നേരത്ത്. എനിക്ക് പഞ്ചസാര കുറവ് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ പഞ്ചസാര ആഡ് ചെയ്തു. കാരണം ഞാൻ ഒരുപാട് വെള്ളം
വേവാൻ വേണ്ടിയിട്ടാക്കി. അതുപോലെ പാലും കുറച്ച് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ പാല് കുറച്ച് ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ് നന്നായിട്ട് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റണ്ട, തീ കൂട്ടൊന്നും വേണ്ട. അത് ഇങ്ങനെ തന്നെ ഒന്ന് വേവുന്നതാണ് ഏറ്റവും നല്ലത്. പാലിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അരക്കപ്പും കൂടെ ഞാൻ എക്സ്ട്രാ വീണ്ടും ആഡ് ചെയ്തു എന്ന്. അങ്ങനെ പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇപ്പോൾ കളറിന് തന്നെ ഒരു വ്യത്യാസം കണ്ടില്ലേ? പാല് കുറവാണെങ്കിൽ ഒരു കളറിന് ഒരു വ്യത്യാസം ഉണ്ടാവും. നല്ല വൈറ്റ് കളർ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല പാല് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഇത് ഓൾമോസ്റ്റ് ആവാറായി തുടങ്ങി. കുറച്ചും കൂടി ഒന്ന് വേവ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നന്നായിട്ട് പഴമൊക്കെ കണ്ടില്ലേ, പഴമൊക്കെ ഒരു വേവ് വന്നു തുടങ്ങി. നേരത്തെ കളറൊന്നും നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് പാല് നന്നായിട്ട് ആഡ് ചെയ്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങി. പഞ്ചസാര വീണ്ടും കുറവ് തോന്നിയപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടു. കാരണം ഇത് പഞ്ചസാര ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല, മധുരം കുറവാണ്. കാരണം ഞാനെടുത്ത പഴം കുറച്ച് പഴുപ്പ് കുറവായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പഴുപ്പ് കുറച്ച് കുറവാണ്, ആവശ്യത്തിനുള്ള പഴുപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പഴത്തിന് മധുരം കുറവാണ്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും, പിന്നെ ഞാൻ എക്സ്ട്രാ പാൽ ആഡ് ചെയ്തുകൊണ്ടാണ് മധുരം കുറച്ചും കൂടെ വേണം തോന്നി. അങ്ങനെയാണ് മധുരം കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടത്. നമ്മളുടെ പാൽവാഴക്ക ഓൾമോസ്റ്റ് ആയി തുടങ്ങി. കുറച്ചും കൂടെ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തത്. ഇത് കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. കാരണം അത് തിക്നെസ് കൂടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊഴുപ്പ് ടൈപ്പ് സാധനമാണ്. ജെല്ലി ഒരു ടെക്സ്ചർ ആയിരിക്കും ഇത് വരിക തണുത്ത് കഴിഞ്ഞാൽ. ഇപ്പം തന്നെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ടെക്സ്ചറിന്. അപ്പം നല്ലോണം ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു പാൽവാഴക്ക കണ്ടില്ലേ, പാൽവാഴക്ക ഓൾമോസ്റ്റ് ആയി തുടങ്ങി. ഇനി നമ്മൾ ഓഫ് ചെയ്യാണ്. ഇതായിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പാത്രത്തിലേക്ക് ജസ്റ്റ് അപ്പം തന്നെ ചൂടോടെ എടുത്ത് ഞാൻ സെർവ് ചെയ്തതാണ്. ഇങ്ങനെയാണുള്ളത്. പക്ഷേ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറും. കണ്ടില്ലേ നമ്മളുടെ സാധനം കണ്ടോ, പാൽവാഴയ്ക്ക കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം കൂടിയാണ്. ഈ സാബുനരി ഇഷ്ടമല്ലാത്തവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാണ്ടിരിക്കുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഒരു പാത്രത്തിൽ സെർവ് ചെയ്താണ്. കണ്ടില്ലേ, തിക്നെസ്സായി ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയി, നല്ല രസമാണ് കഴിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്.